ഭഗവതിയുടെ രൂപം ആലേഖനം ചെയ്ത ഒരു കുട പുറകിൽ വരുന്നുണ്ട്. കുട എന്ന് നമ്മളുടെ പരമ്പരാഗത സങ്കല്പത്തിൽ പറയുന്ന കുടയല്ല, അതൊരു രൂപം ആലേഖനം ചെയ്ത കുടകൾ വരികയാണ്. അത് പാറമേക്കാവാണ് ആദ്യമായി അത്തരം കുടകൾ ഉയർത്താൻ പോകുന്നത്. പാറമേക്കാവിൻ്റെ അവനാഴിയിലെ അസ്ത്രങ്ങളിൽ ഒന്ന് ഇതാ ആനപ്പുറത്തേക്ക് വരികയാണ്. അത് കാണാം അല്പസമയത്തിനകം. അത് ഒരു ഭഗവതിയുടെ രൂപമാണ്. താമരയിൽ ഭഗവതി അല്ലെങ്കിൽ നിവസിക്കുന്ന ഒരു ചിത്രമാണ് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പസമയത്തിനകം ആ കുടകൾ വാനിൽ ഉയരും. ആ ഘട്ടത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുടകൾ ഇതാ നോക്കൂ കുടകളുടെ രൂപം മാറുകയാണ്. ഗണപതിയാണ് തിരുവമ്പാടിയുടെ, അതെ, അല്ല, തിരുവമ്പാടിയുടെ ഗണപതിയാണ് ആ കുടയിലുള്ളത്. ആ ഗണപതി കുട ചൂടിയ, മുത്തുക്കുട ചൂടിയ ഗണപതി. ഏറ്റവും കൂടുതൽ രൂപങ്ങളിൽ വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ് ഗണപതിക്ക് എത്ര ഭാവങ്ങളുണ്ട്. നൃത്ത ഗണപതി, കൃഷ്ണനെ മടിയിലിരുത്തുന്ന ഗണപതി, അങ്ങനെ പലതരം ഗണപതികളുണ്ട്. അതിൽ ഇതാ കുട ചൂടി നിൽക്കുന്ന ഒരു ഗണപതിയാണ് ആ കുടയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതാ തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ അസ്ത്രങ്ങളിൽ അവരുടെ ആവനാഴിയിലുള്ള അസ്ത്രങ്ങൾ ഓരോന്നായി എടുക്കുകയാണ്. പാറമേക്കാവ് ഭഗവതി വരുന്നുണ്ട്, കാണാം ദൂരെ. അതാ ഇങ്ങനെ കുടകളിൽ. വിജയകുമാർ, ഇതില് തിരുവമ്പാടിക്ക് ഒരു മാർക്ക് കൊടുക്കാവോ? തിരുവമ്പാടി ഒപ്പത്തിനൊപ്പമായി പാറമേക്കാവ് പുതിയ ഇതായിട്ട് ഇറങ്ങിയിരിക്കുന്നു. 1-1. അതൊരു ഭഗവതിയുടെ രൂപമുള്ള കുടയാണ് ജെയിംസ് സാർ. അത് ഭദ്രകാളിയാണ്. ദാരുക നിഗ്രഹത്തിനൊക്കെയായി പുറപ്പെട്ടു നിൽക്കുന്ന ഒരു രൂപം എന്ന് വിശ്വാസികൾ കരുതുന്ന സിംഹാരൂഢയായ, സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന വളരെ രൗദ്രഭാവമുള്ള ദേവീ രൂപം കുടയിൽ ആലേഖനം ചെയ്ത ഒരു കുടയായി തന്നെ കാണുന്ന, ആ കുടയ്ക്ക് മുകളിൽ ആലേഖനം ചെയ്ത ശൂലം ഒക്കെ കുടകളിൽ ചിത്രീകരിച്ച ഒരു മനോഹരമായ രൂപത്തോടു കൂടിയ ഒരു കുടയാണ് പാറമേക്കാവ് ഉയർത്തിയത്. ഗണപതി, ഭഗവതി, അങ്ങനെ രണ്ട് രൂപങ്ങൾ കുടകളിൽ തിരുവമ്പാടിയും പാറമേക്കാവും ഇതിനോടകം ഉയർത്തി. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിച്ച് എന്നൊക്കെ പറയുന്ന തരത്തിൽ അല്ലേ. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയുടെ ഒരു വസന്തം, എന്താണ് കാഴ്ചയുടെ സ്വഭാവത്തെ വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ കാഴ്ചയുടെ എത്രയോ പുതിയ അനുഭവങ്ങൾ നൽകുന്ന ഒരു മണിക്കൂറുകളാണ് നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണ് ഒരു കുടമാറ്റം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ എന്ന് പറയാൻ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ വർഷം ഇതിങ്ങനെയാണ്. അങ്ങനെ ഓരോ വർഷവും കുടകൾ നമ്മളുടെ കൺമുന്നിലൂടെ മാറി മറയുന്നതിന് ഏതെങ്കിലും തരത്തിലൊരു പാറ്റേൺ ഒന്നുമില്ല. അത് ഇത്തവണ ഒരു പ്രത്യേകത വിജയകുമാർ ഉള്ളത്, നേരത്തെ കുടകളില്ലാതെ ദൃശ്യരൂപങ്ങൾ കാണിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പൊ കുടയുടെ മുകളിലാണ് ഭദ്രകാളിയുടെ ദൃശ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് ഗണപതി കുട ചൂടി നിൽക്കുന്ന ദൃശ്യമാണ്. അതുകൊണ്ട് കുടയുണ്ട്. ഇത്തവണ കുടയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു വല്ലാത്തതാണ്. ഇതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഇത് കാണുന്നവരെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നോക്കുകയായിരുന്നു, ഗൾഫിലെ UAE-യിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, മാലിയിൽ നിന്ന്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവരൊക്കെ എഴുതുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും നിങ്ങൾ സൗദിയിൽ നിന്ന് ടോക്കിയോയിൽ നിന്ന് കാണുകയാണ് എന്നൊരു തൃശ്ശൂർക്കാരൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്റെ കണ്ണ് നിറയുന്നു, എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, നമുക്ക് പറയാൻ കഴിയുന്ന അടുത്ത പൂരം നിങ്ങൾക്ക് മിസ് ചെയ്യില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിനിടയ്ക്ക് വേറൊരു രസകരമായത് കൂടെ ഉണ്ട്. പൂരം ഒരു വികാരമാണ്. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പെണ്ണ് കെട്ടണം എന്ന് മറ്റു ജില്ലകളിലുള്ള ആൾക്കാർ, ആണുങ്ങൾ പറയുന്നു. ഇതൊരു അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഇതില് 1-1 എന്ന നിലയിൽ തിരുവമ്പാടിയുടെ ഗണപതിയും പാറമേക്കാവിന്റെ ഭദ്രകാളിയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥയിൽ 1-1 എന്ന നിലയിൽ പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട്, തിരുവമ്പാടി പാറമേക്കാവ് ഒരു സ്ക്രീനിൽ 2 ഭാഗത്തായി ഒരുമിച്ച് കാണിക്കാൻ പറയുന്നു. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ കാഴ്ചാനുഭവം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ വിശദീകരിച്ചാലും എങ്ങനെയൊക്കെ കാണിച്ചാലും അത് ഒരു പക്ഷേ അതിന് പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ പരമാവധി സ്ക്രീനിൽ മറ്റൊന്നും പരമാവധി ഭംഗിയോടുകൂടി, അങ്ങേയറ്റം ക്വാളിറ്റിയോടുകൂടി ഞങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ദൃശ്യങ്ങൾ ആകെ ഞങ്ങൾ നൽകുന്നുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആ കുടകളുടെ മുഴുവൻ സൗന്ദര്യവും, ആ പുരുഷാരത്തിൻ്റെ സൗന്ദര്യവും, വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയുടെ സൗന്ദര്യവും, അന്തരീക്ഷത്തിൻ്റെ സൂര്യൻ്റെ അസ്തമയ കിരണങ്ങൾ,
ആ ആനകളുടെ മസ്തകങ്ങളിലെ അലങ്കാരങ്ങളിലേക്ക് പതിക്കുമ്പോഴുള്ള വർണ്ണാഭമായ ആ നിറക്കൂട്ടുമൊക്കെ അതിന്റെ മുഴുവൻ ചാരുതയോടും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അത് ഫലം കാണുന്നു എന്ന് ഞങ്ങളുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ യൂട്യൂബിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നതിന്റെ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇന്ത്യ 24 ബഹുദൂരം മുന്നിൽ എന്ന് പറഞ്ഞ 31K അവരാണ് പറയുന്നത്, നമ്മളല്ല. പി ജെയിംസ് സാർ, ഇതാണ് മുഴുവൻ ദൃശ്യ ചാരുത മുഴുവൻ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് നവനീത്, സിന്ധു വർഗീസ് കുവൈറ്റ്, ഗ്രേറ്റർ കേരള USA, അമൽ UK, റോക്കി ബോയ് ലണ്ടൻ, വിപിൻ നാഗാലാൻഡ്, ജർമ്മനി, ബഹ്റിൻ, ജർമ്മനിയിൽ നിന്ന്, അയർലൻഡിൽ നിന്ന് അബ്രഹാം തോമസ് പറയുന്നു, UK-യിൽ നിന്ന് അമൽ പറയുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നറിയുന്നതിന്റെ സന്തോഷം ഒന്ന്. നിങ്ങളൊക്കെ പ്രിയപ്പെട്ട തൃശ്ശൂർ പൂരത്തെ ഇപ്പോഴും നെഞ്ചേറ്റുന്നുണ്ട് എന്നത് മറ്റൊരു സന്തോഷം. കേരളത്തിന്റെ അഭിമാനമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. അഭിമാനം. ഇസ്മയിൽ കുഞ്ഞപ്പ, ഉക്രൈനിലെ യുദ്ധത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. മാൽദീവ്സ്, മൂവാറ്റുപുഴ, ഇത് തുടങ്ങി ഈ എല്ലാ സ്ഥലവും, നെതർലാൻഡ്സ്, അന്റാർട്ടിക്ക. ഇയാളെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അത് ഇത്തിരി കടന്ന കൈയായി പോയി. അന്റാർട്ടിക്ക വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് കാഴ്ച. പൂരത്തിന്റെ ഒരു ഫ്രെയിമിലേക്ക് പൂരത്തെ ഒതുക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാറമേക്കാവ് കൂടി ചേരുമ്പോഴാണ് അതിന്റെ മുഴുവൻ ഭംഗിയുമാവുക. പാറമേക്കാവ് കൂടി ചേരട്ടെ. പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന മനുഷ്യ മഹാസമുദ്രത്തിന് നടുവിൽ കുടകൾ മാറ്റുന്ന ഒരു കാഴ്ച, ഇത്തരം ഒരു കാഴ്ച പ്രിയപ്പെട്ടവരെ ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. അതാണ് തൃശ്ശൂർ പൂരം സമ്മാനിക്കുന്ന നമ്മുടെ കാഴ്ചാനുഭവം. അവിടെ മേളമുണ്ട്, ആരവമുണ്ട്, ജനങ്ങളുടെ പ്രോത്സാഹനം, തിരുവമ്പാടിയെയും പാറമേക്കാവിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ആർപ്പുവിളിയുണ്ട്, ആരവമുണ്ട്, കുടകൾ ഉയർന്നു താഴുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിറങ്ങൾ മാറുന്നുണ്ട്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിൽ പുതിയ നിറച്ചാർത്തുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതിനിടയിൽ ഈ കുടമാറ്റത്തിന് വേണ്ട കുടകൾ ക്ഷേത്രഗോപുരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്, പാറമേക്കാവിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ എന്ന് വേണ്ട നമുക്ക് ഒരു പൂരപ്പറമ്പിലെ അത്ഭുതങ്ങൾ എന്ന് നമുക്ക് എല്ലാ തരത്തിലും പറയാം. ഇതാ പാറമേക്കാവിന്റെ കോലം, അവിടേക്ക് പുതിയ കുടകളെത്തുന്നു. തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് ഇങ്ങനെ നിൽക്കുന്നു, മുഖാമുഖം നിൽക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നു. ഇനി അടുത്ത അത്ഭുതക്കുട, വർണ്ണക്കുട, അത്ഭുതം ആരാണ് ഇവിടെ ഉയർത്താൻ പോകുന്നത് എന്ന് നോക്കാം. തിരുവമ്പാടിയാണോ പാറമേക്കാവാണോ? നേരത്തെ ജെയിംസ് സാറ് പറഞ്ഞതുപോലെ ഒപ്പത്തിനൊപ്പമാണ്, ഇഞ്ചോടിഞ്ചാണ്, 1-1. നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയിലൊക്കെ പറയുന്നത് പോലെ ഇഞ്ചോടിഞ്ചാണ്. ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകട്ടെ. അതാണല്ലോ നമ്മളുടെ ഒരു ആവേശം, അല്ലെങ്കിൽ പൂരപ്രേമികളുടെ സന്തോഷം. അതാണ് ഈ കാഴ്ചക്കാരുടെ മനം നിറയുക, അവർ സന്തോഷത്തോടെ അടുത്ത പൂരത്തിന് കാത്തിരിക്കുക. അതാണല്ലോ നമ്മളുടെ വലിയ സന്തോഷം. ആ സന്തോഷത്തിലാണല്ലോ നമ്മളൊക്കെ ഇവിടെ കാത്തിരിക്കുകയും ഇത്രയും തയ്യാറെടുപ്പുകളോടെ ഈ പൂരം ആഘോഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആനകളുടെ നിൽക്കുന്നതിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ കുടകൾ നടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ നിറച്ച കുടകളാണോ എന്ന് നോക്കണം. അടുത്ത നിമിഷം അത്തരം അത്ഭുതങ്ങൾ നിറച്ച കുടകൾ അതാ വരുന്നുണ്ട്.